Be Live Radio. ബി ലൈവ് ന്യൂസ് ക്ലിപ്സ്. ബി ലൈവ് ന്യൂസ് ക്ലിപ്സിലേക്ക് സ്വാഗതം. ബ്രിട്ടനിൽ പ്രബല ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്ന യുകിപ്പിന്റെ കുടിയേറ്റ നയം വിവാദത്തിലേക്ക്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിടുതൽ പ്രഖ്യാപിച്ചാൽ മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് ഒരു നിശ്ചിത കാലയളവ് മാത്രമേ ബ്രിട്ടനിൽ തുടരാൻ അവസരം നൽകൂ എന്ന റെക്ലസിന്റെ പരാമർശമാണ് വിവാദത്തിലായത്. അമേരിക്കയിൽ 2 ദിവസമായി തുടരുന്ന മഞ്ഞുവീഴ്ചയിൽ വിറങ്ങലിച്ച് ജനങ്ങൾ. ന്യൂയോർക്കിലും ന്യൂ ഹാംഷയറിലും മിഷിഗണിലും മഞ്ഞുവീഴ്ച രൂക്ഷമായതിനെ തുടർന്ന് ജനജീവിതം അസാധ്യമായി. ദുരന്തത്തിൽ ചുരുങ്ങിയത് 8 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുണ്ട്. ട്യൂഷൻ ഫീസ് വർധനവിനെതിരെ ലണ്ടനിൽ തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അക്രമാസക്തമായി. പാർലമെന്റ് സ്ക്വയറിനടുത്തുള്ള കൺസർവേറ്റീവ് പാർട്ടിയുടെ ആസ്ഥാന മന്ദിരത്തിലേക്ക് ഇരച്ചു കയറാനും വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായി. ഇതിനിടയിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് തീവ്രവാദ സംഘടനയായ ബ്ലാക്ക് ബ്ലോക്കിന്റെ പ്രവർത്തകർ നുഴഞ്ഞു കയറിയത് കൂടുതൽ അക്രമ സംഭവങ്ങൾക്ക് ഇടയായി. അമേരിക്കയിലെ കുടിയേറ്റ നിയമം പരിഷ്കരിക്കാൻ പ്രസിഡന്റ് ബാറാക് ഒബാമ നിർദ്ദേശിച്ച മാറ്റങ്ങൾ അനധികൃത കുടിയേറ്റക്കാർക്കും തുണയാകും. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ തുടരുന്ന 1.1 കോടിയോളം അനധികൃത കുടിയേറ്റക്കാർക്ക് ഈ നിയമപരിഷ്കരണം സഹായകമാകും. അമേരിക്ക, ഓസ്ട്രേലിയ, കാനഡ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ട സൗഹൃദ രാജ്യങ്ങളിൽ നിന്ന് ബ്രിട്ടനിലെത്തുന്ന വിനോദസഞ്ചാരികൾക്കും സന്ദർശക വിസയിലെത്തുന്നവർക്കും 10 പൗണ്ട് വീതം അധിക ഫീസ് ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് ലേബർ പാർട്ടി. ബി ലൈവ് ന്യൂസ് ക്ലിപ്സ്. Be Live Radio.